എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വേഗം ഉണ്ടാക്കാം. ആരെങ്കിലും വിരുന്ന് വന്നാലും ചായക്കൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം. അപ്പൊ അതിന് വേണ്ടത് ഒരു ഗ്ലാസ് അരിപ്പൊടി, പിന്നെ ഒരു മുട്ട, പിന്നെ കരിഞ്ചീരകം, ചുക്കുപൊടി സ്വല്പം, ഒരു 1/2 ടീസ്പൂണ് കരിഞ്ചീരകം, 1/2 ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ ഉണ്ട് 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂണ് എള്ള് ഇട്ടാ, 2 ഏലക്ക, 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം. ഇതൊക്കെ കൂടി നമുക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം, ഈ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. വെള്ളത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. എന്നതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഒരു പിഞ്ചുപ്പിടാം കേട്ടാ. പിന്നെ ശർക്കരപ്പൊടിയാണത്. അപ്പൊ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിടാം. ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഇടാന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് കുറവ് മധുരം മതി. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഈ അരിപ്പൊടി അതിലിട്ട് കുഴയ്ക്കാം. ഈ പാത്രം കൊണ്ട് ഒരു അരപ്പാത്രം തേങ്ങയും കൂടി എടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ 4 കൂട്ടങ്ങളാണ് 5. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്, ശർക്കരയും കൂടിയിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഇങ്ങനെ മേലെക്കൂടെ തിളച്ച് വരുമ്പോ സിമ്മാക്കുക, സ്റ്റൗ തീ കുറച്ച് വെച്ചാൽ മതി. നമുക്ക് അങ്ങനെ അപ്പൊ പൊടി വെന്ത് കിട്ടും. ഈ മേലേക്ക് വെള്ളം തിളച്ച് പൊടിയുടെ മേലെ വരുമല്ലോ, അപ്പൊ അതെ പൊടി നമുക്ക് വെന്ത് കിട്ടും. ഓവറായിട്ട് വെള്ളം ഇതാക്കേണ്ട ആവശ്യമില്ല, ഇത്ര മതി. ഇനി നമുക്ക് തേങ്ങ അതെല്ലാം ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. സ്വല്പം ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് കുഴക്കാം. അപ്പൊ കുഴക്കണം കേട്ടാ. ചൂടുണ്ട്, ചൂടാറിട്ടില്ല. പൊടി നല്ല പോലെ കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയും മുട്ടയൊക്കെ ചേർക്കാം. മുട്ട ചേർക്കണം എന്തിനാന്ന് വെച്ചാൽ ടേസ്റ്റും ഉണ്ടാവും, പിന്നെ ഓയിൽ അധികം കുടിക്കില്ല, എണ്ണ അധികം. അല്ലെങ്കിൽ നല്ലോണം എണ്ണ അതാവേണ്ടി വരും കുടിക്കും. ഇപ്പൊ നമ്മുടെ പൊടി കുഴച്ചുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ മുട്ടയൊക്കെ ചേർക്കാം. ഇതൊക്കെ ചേർക്കണം. ഇനി ഈ പൊടിയിൽ സെറ്റാക്കണം, നല്ല പോലെ കുഴച്ച് കുഴച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പലഹാരം. അതൊരു ഞാൻ കുറവ് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ ചേർക്കാട്ടാ. അത് ആ പൊടി വെള്ളം 1 ടീസ്പൂൺ ഇട്ടിട്ട് കുടിച്ചു നോക്കിയാൽ മതി. അപ്പൊ മധുരത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വട പോലെ പരത്താട്ട. കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഒരു ഉണ്ട എടുത്തിട്ട് എന്നിട്ട് ഹോൾസ് ഇടുക കൈ കൊണ്ട്. നമ്മുടെ സ്വീറ്റ് വട
ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ അമർത്തിക്കൊടുക്കും. കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടാൽ അപ്പൊ നമ്മുടെ ഉണ്ട ഒറ്റിക്കഴിഞ്ഞു കേട്ടാ. ഇതുപോലെ വട പോലെ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി എള്ളും കരിഞ്ജീരകമൊന്നും ഇല്ലെങ്കിലും വെറും ജീരകം ഉണ്ടായാലും മതി കേട്ടാ. ലേശം തീ കുറച്ച് വയ്ക്കാൻ. നമുക്ക് കോരിയെടുക്കാം. ഈ പാകാകുമ്പോൾ എടുത്തോക്ക് കോരി. മുട്ട ചേർത്താല് സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റാ കഴിക്കാൻ. നമ്മുടെ സ്വീറ്റ് വട ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് 4 മണി പലഹാരം മാത്രമല്ല, നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പം ചിപ്സും മിച്ചറൊക്കെ കൊടുക്കണതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ വേഗം ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.